ഇന്ന് പൊടിത്തൂവൽ കൊണ്ട് എങ്ങനെയാണ് പൊടിച്ചോറ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ തൈരും പപ്പടവുമാണ്. ഇതുണ്ടാക്കാനായിട്ട് 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 5 ചുവന്നുള്ളി അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഉണക്കമുളക്, കറിവേപ്പില, പൊടിത്തൂവൽ, പിന്നെ 2 സ്പൂണ് നെയ്യാണ് വേണ്ടത്. ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരല്പം എള്ളിട്ട് പൊട്ടിക്കുക. എള്ള് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് വട്ടത്തിൽ അരിഞ്ഞേക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് ഒന്നും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി വീണ്ടും ഒന്നും കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഒരാൾക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള ചോറാണ് ഇടുന്നത്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ട് മൂക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂടെ പൊടിത്തൂവലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് തന്നെ മതിയാവും. ഇത് നെയ്യിനകത്ത് കിടന്ന് ചോറ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ആ ഉള്ളിയുടെയും നെയ്യിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആ ചോറിനകത്ത് നന്നായിട്ട് പിടിച്ചു വരും. ഇപ്പം നമ്മുടെ പൊടിച്ചോറ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. തൈരും പപ്പടവും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇതിന് കറിയായിട്ട്. ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണിത്. പൊടിത്തൂവൽ ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇതേപോലെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.